ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിനിസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളാണ് കാണിക്കുന്നത്. ഗ്രേപ്പൊക്കെ പൂത്തു കുറേ കായൊക്കെ ഉണ്ടല്ലേ. ഇതിൻ്റെ ഒരു 2-3 ഗ്രേപ്സ് ഉണ്ട് കേട്ടോ. അതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഒരു കൃഷിയുണ്ട്. പാവലിൻ്റെ തൈകൾ മുളച്ചു. ഞാനത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. നല്ല ചൂടായതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ അരിയിട്ട് ഇതുപോലെ പാകി കിളിപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് ഈ ഒരു സെക്ഷനിലേക്ക് പറിച്ചു നടുവാറുണ്ട് ഉണ്ടല്ലേ. അപ്പം നമുക്ക് ഗ്രേപ്പിൻ്റെ യാർഡതാണ്. 2-3 ഗ്രേപ്പേ ഉള്ളൂ. ഇത്രയും സ്ഥലമുള്ളൂ നമുക്ക് പച്ചക്കറി നടാൻ വേണ്ടിയിട്ട്. ഇത്ര സ്ഥലമേ നമുക്ക് ഹസ്ബൻഡ് തന്നിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊരു ചെറിയ കിളിക്കൂടൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കിളിയൊന്നുമില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, കിളികളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ കൃഷിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കിടയ്ക്ക് കാണാൻ പറ്റും. കൂടുതലും ഞാൻ പാവലും പടവലവും ആണ് എൻ്റെ മെയിൻ തിങ്. അതേപോലെ തന്നെ തക്കാളിയുണ്ട്. പിന്നെ നമുക്ക് പെരുംജീരകത്തിൻ്റെ തൈയാണ് ഗൈസ്. ഇത് കണ്ട, ഇത് പെരുംജീരകമാണ്. പൂക്കാൻ സമയമായി. പെരുംജീരകത്തിൻ്റെ തൈയുണ്ട്. നമുക്ക് ചെറിയൊരു കരിയാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കരിയാപ്പ് ഈ ഇലയൊക്കെ വീട്ടിനുള്ളിലിരുന്നാണ്. ഇനിയിപ്പോൾ അത് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. ഇതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. അതുപോലെ നമുക്ക് കുറച്ച് സ്ട്രോബെറി പ്ലാന്റ് ഉണ്ട്. നമുക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ പച്ചക്കറി തരാൻ വേണ്ടിയിട്ട്. ഇത്ര സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് നമ്മൾ പാവലും പടവലും മുളകും തക്കാളി എല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ വരും. അതുപോലെ തന്നെ ചീര കുറേ ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ. കുറേ ചീര കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ഡെയിലി വ്ളോഗിൽ കുറച്ച് പച്ചക്കറികളും ചെടികളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല കുറച്ച് റോസസ് ഞാൻ ഇപ്രാവശ്യം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മണ്ണാണ്, നമുക്കിവിടെ കോൺക്രീറ്റ് പണിയാനായിട്ടുള്ള മണ്ണാണ്. ഫ്രണ്ടിൽ നമ്മൾ റോസ ആയതുകൊണ്ട് എല്ലാ വർഷവും നമുക്ക് ചെടികൾ വയ്ക്കണ്ട കേട്ടോ. റോസ തന്നെ ഓട്ടോമാറ്റിക്കലി കിളിച്ചു വന്നോളും. തണുപ്പായതുകൊണ്ട് പോകില്ല. ഇവിടെ ഉണ്ടൊരു ജീരകം, അതുപോലെ തന്നെ റോസയുടെ പ്ലാന്റും 3-4 കളറിലെ റോസയുടെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ട് ഇപ്രാവശ്യം എല്ലാം ഫ്ലവറുള്ള സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഉണ്ടാ, അതുപോലെ തന്നെ എനിക്ക് ലാവൻഡർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ പച്ചക്കറി നടന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ ഷോട്ടുകൾ വരുന്നതായിരിക്കും. എൻ്റെ കൂട്ടുകാർ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഇവിടുത്തെ ന്യൂയോർക്കിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരോടൊപ്പം പങ്കുചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും നമുക്കതിൽ നിന്ന് നമുക്ക് കുറച്ച് പാവയ്ക്ക കൃഷികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണു. ഇനി ഇതിൻ്റെ അടുത്ത ഗ്രോവിങ് പാർട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ. സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഒരു പ്ലാന്റ് വെച്ചാൽ മതി. ഇവിടെ മുഴുവനും ആ പ്ലാന്റ് നന്നായിട്ട് വളരും. ഞാനതുകൊണ്ട് സ്ട്രോബെറിയുടെ പ്ലാന്റ് മുഴുവനും ചട്ടിക്കകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം ഏരിയ മുഴുവനും സ്ട്രോബെറി ആയിരുന്നു. കണ്ടല്ലേ, സ്ട്രോബെറി എല്ലാം ചട്ടിക്കകത്താക്കി. കറി ലീവ്സ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെരുംജീരകത്തിൻ്റെ പ്ലാന്റാണ്. ഒരെണ്ണം മതി ഈ വേൾഡ് മുഴുവനും. പെരുംജീരകത്തിൻ്റെ തൈയാണ്. കണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ അതൊരു ചെറിയ ടൊമാറ്റോ ഉണ്ട്. റെഗുലർ ബീഫ്സ് തക്കാളിയുണ്ട്. പിന്നെ നമ്മുടെ പാവലാണ്. ഇവിടെ നിന്ന് നമുക്ക് കുറേ പാവൽ നമ്മൾ മാറ്റി ഇങ്ങോട്ട് നട്ടിട്ടുണ്ട്. ഇന്നെല്ലാം മാറ്റി നട്ടിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് റൂട്ടൊന്ന് സെറ്റാവും. കാരണം ഈ പ്രാവശ്യം ലേറ്റായിട്ടാണ്. ഇതിപ്പോൾ ജൂൺ 10 വളരെ ലേറ്റായിട്ടാണ് പിന്നെ പച്ചക്കറി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേപ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. മുന്തിരി വേണ്ടവരൊക്കെ, നമ്മുടെ നാട്ടിലെ മുന്തിരിയുടെ ടേസ്റ്റാണിത്. 2 മൂടേ ഉള്ളൂ കേട്ടോ. 2 മൂടേ ഉള്ളൂ. ഇത് ഇത്രയും സ്പേസിലാണ് നമ്മൾ നമ്മുടെ പച്ചക്കറി നടുന്നത്. എന്താ
പിന്നെ ഞാനിതിന് ആർട്ടിഫിഷ്യൽ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ പുല്ല് വെട്ടുന്ന ഗ്രാസ് കട്ടിങ്ങിൻ്റെ ഇതാണ് നമ്മളിവിടെ വരമ്പ് വെച്ച് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസർ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചീരയുണ്ട്, നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇത് നല്ലൊരു ഫ്ലവർ വരുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഒരു സൂര്യകാന്തി ചെടി അവിടെ നിൽപ്പുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗ്രേപ്പ് യാർഡ്. നിങ്ങൾക്ക് ഗ്രേപ്പ് ഉണ്ട്. ഇപ്പം പിക്കിളിടാൻ വേണ്ടിയിട്ട് 2 ആഴ്ചയുടെ കഴിഞ്ഞ് നമുക്ക് അച്ചാറിടാം ഈ ഗ്രേപ്പ്. ഇതാ, ഇതിനകത്ത് നമുക്ക് ഒരു കസരയൊക്കെ ഇട്ട് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ അപ്ഡേറ്റുമായിട്ട്, പുതിയ അപ്ഡേഷനുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളും കമൻറ്റുകളായിട്ടിടുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പുല്ല് വെട്ടിയിട്ട് വളം കെമിക്കലൊന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ പുല്ല് വെട്ടുന്ന പുല്ലുകൾ ഇതേപോലെ ഉള്ള പുല്ലുകൾ നമ്മൾ സൈഡിൽ വരമ്പ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്. എന്നത്തെയും പോലെ ഒരു കുഞ്ഞു വീഡിയോസാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.